ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് സെക്കൻഡ് ഇയറിലെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററായ സൊല്യൂഷൻ കെമിസ്ട്രിയിലെ കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും കുറച്ച് സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ നിന്ന് വന്നിരിക്കുന്നത്. ഈ ചാപ്റ്ററിന്റെ മുഴുവൻ ഭാഗമല്ല, ഇതിൽ അസിയോട്രോപിക് മിക്സ്ചേഴ്സ് വരെയുള്ള, അതായത് ആദ്യം ഈ ചാപ്റ്ററിന്റെ ഒരു ഓവർവ്യൂ പറയുകയാണെങ്കിൽ ആദ്യത്തെ ഭാഗത്ത് സൊല്യൂഷനുകളുടെ കോൺസെൻട്രേഷനുകളെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കുറച്ച് ടേംസുകളെ പറ്റിയാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. കോൺസെൻട്രേഷൻ, മെത്തേഡ്സ് ഓഫ് റെപ്രസെന്റിങ് കോൺസെൻട്രേഷൻ ടേംസ്. അതിനുശേഷം നമ്മൾ സോല്യുബിലിറ്റിയിലേക്ക് കടക്കുകയാണ്. സൊല്യൂഷൻസിന്റെ വ്യത്യസ്തങ്ങളായ ടൈപ്പും അവരുടെ സോല്യുബിലിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത പോർഷനാണ് രണ്ടാമത്തെ പോർഷൻ. അതിൽ ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷനുകളുടെ സോല്യുബിലിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് ഹെൻട്രീസ് ലോ ഉണ്ട്. അതിനുശേഷം ലിക്വിഡ് സൊല്യൂഷനുകളുടെ സോല്യുബിലിറ്റിയും വേപ്പർ പ്രഷറുമായിട്ട് കണക്ട് ചെയ്ത് റൗൾട്ട്സ് ലോ നമ്മൾ പഠിക്കുന്നുണ്ട്. ദെയർ ആഫ്റ്റർ റൗൾട്ട്സ് ലോയുമായിട്ട് കണക്ട് ചെയ്ത് ഐഡിയൽ, നോൺ ഐഡിയൽ സൊല്യൂഷൻസ്, പോസിറ്റീവ് നെഗറ്റീവ് ഡീവിയേഷൻസ്, അസിയോട്രോപിക് മിക്സ്ചേഴ്സ്, ഇത്രയും ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം ഒരു സോളിഡ് ഒരു ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുന്ന സോളിഡ് ലിക്വിഡ് മിക്സ്ചറിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, 4 പ്രധാനപ്പെട്ട കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, അതിനുശേഷം അബ്നോർമൽ മോളിക്കുലാർ മാസ്, വാൻ ഹോഫ് ഫാക്ടർ, അതെല്ലാമാണ് അടുത്ത സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. സൊല്യൂഷൻ കെമിസ്ട്രി വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്ററും കൂടിയാണ്. സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് ചാപ്റ്ററായ സൊല്യൂഷൻ കെമിസ്ട്രി. അതിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ചോദ്യം. ഇത് NCERT ടെക്സ്റ്റ് ബുക്കിൽ സൊല്യൂഷൻ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങുമ്പോൾ ആദ്യം ഒരു ഇൻട്രഡക്ഷൻ പാർട്ടാണ്. അതിനുശേഷം സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു സോൾവെന്റും ഒരു സൊല്യൂട്ടും റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ സോൾവെന്റും ഒരു സൊല്യൂട്ടും കൂടെ ചേർന്ന ആ മിക്സ്ചറിനെയാണ്, ഹോമോജീനിയസ് മിക്സ്ചേഴ്സിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ശരിയല്ലേ? ഒരു സൊല്യൂട്ടും കാണും, ഒരു സോൾവെന്റും കാണും. നമ്മളുടെ പഠിക്കുന്ന ചാപ്റ്ററിൽ ബൈനറി സൊല്യൂഷൻസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സൊല്യൂട്ടും ഒരു സോൾവെന്റും മാത്രം അടങ്ങിയിട്ടുള്ള ബൈനറി സൊല്യൂഷൻസിനെ പറ്റിയാണ് നമ്മുടെ സെക്കൻഡ് ഇയറിന്റെ ചാപ്റ്ററിലുള്ളത്. ഇവൻ 3 കമ്പോണന്റുള്ള ടെർണറി സൊല്യൂഷനും ക്വാട്ടർണറി സൊല്യൂഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു ലിക്വിഡും ഒരു സോളിഡും സോൾവെന്റ് ആയിട്ട്, അപ്പൊ സോളിഡ് ലിക്വിഡിന്റെ ഫിസിക്കൽ ഫേസസ് മാറി വരുമ്പോൾ അവരെ സോളിഡ് സൊല്യൂഷൻ എന്ന് വിളിക്കാം. ലിക്വിഡ് സൊല്യൂഷൻസ് ഉണ്ട്, അതുപോലെ ഗേഷ്യസ് സൊല്യൂഷൻ, അങ്ങനെ 3 ക്ലാസിഫൈ ആയിട്ടുണ്ട്. അപ്പൊ സൊല്യൂഷൻ കെമിസ്ട്രിയുടെ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ പേജിൽ കൊടുത്തിരിക്കുന്ന ഭാഗമാണ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻ. അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അമാൽഗം ഓഫ് മെർക്കുറി ഇസ് ഇൻ വിത്ത് സോഡിയം ഇസ് ആൻ എക്സാമ്പിൾ ഓഫ്. അപ്പൊ മെർക്കുറിയും അതുപോലെ അമാൽഗം എന്ന് പറഞ്ഞാൽ മെർക്കുറിയും അതുമായിട്ട് ഏതെങ്കിലും ഒരു മെറ്റൽ ചേരുമ്പോഴാണ്. അപ്പൊ ഇവിടെ സിങ്ക് അമാൽഗം ഉണ്ട്. നമ്മൾ സെക്കൻഡ് ഇയറിൽ പഠിക്കാൻ പോവുകയാണ്. ക്ലെമൻസൺ റിഡക്ഷൻ, വോൾഫ്കീഷൻ റിഡക്ഷൻ എടുത്ത് ക്ലെമൻസൺ റിഡക്ഷനകത്ത് സിങ്ക് അമാൽഗമാണ് ഉപയോഗിക്കുന്നത്. സിങ്കും മെർക്കുറിയുടെ കോമ്പിനേഷൻ ആണ്. ഇതുപോലെ ഒരെണ്ണമാണ് സോഡിയം അമാൽഗം. സോഡിയവും മെർക്കുറിയുമാണ്. അപ്പൊ മെർക്കുറി എന്ന് പറയുന്നത് ആരാണ്? നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചിട്ടുള്ളതാണ്. മെർക്കുറി മെറ്റലാണ്, പക്ഷെ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഒരു മെറ്റലാണ്. ഇപ്പം സാധാരണ മെറ്റലുകളെല്ലാം സോളിഡ് സ്റ്റേറ്റിൽ നിന്നാണ് പറയാറ്. പക്ഷെ മെർക്കുറിക്ക് ഒരു പ്രത്യേകതയുണ്ട്, അത് ലിക്വിഡ് സ്റ്റേറ്റിലാണ് മെർക്കുറി എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ മെർക്കുറി എന്ന് പറയുന്നത് ലിക്വിഡാണ്. സോഡിയം നമുക്കറിയാം ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റലും കൂടിയാണ് സോഡിയം എന്ന് പറയുന്നത്. സോഡിയം ഇൻഫാക്ട് വൺ ഓഫ് ദ മോസ്റ്റ് റിയാക്റ്റീവ് എലമെന്റ്സ് ആണ്. വെള്ളത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വെള്ളത്തിന്റെ പുറത്തൂടെ ഫ്ലോട്ട് ചെയ്ത് വളരെ എക്സ്പ്ലോസീവ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന മെറ്റലും കൂടിയാണ് സോഡിയം. അപ്പൊ സോഡിയം സോളിഡ് ആണ്. മെർക്കുറി വിത്ത് സോഡിയം, ലിക്വിഡ് സ്റ്റേറ്റിലുള്ള മെർക്കുറിയും സോളിഡ് സ്റ്റേറ്റിലുള്ള സോഡിയം. ഇവിടുത്തെ മെർക്കുറി എന്ന് പറയുന്ന അവിടുത്തെ സൊല്യൂട്ടാണ്, സോഡിയം എന്ന് പറയുന്ന അവിടുത്തെ സോൾവെന്റ് ആണ്. അതായത് ഇവര് സോളിഡ് സൊല്യൂഷൻ എക്സാമ്പിൾ ആണ് ഇതെല്ലാം. സോളിഡ് സൊല്യൂഷൻ. അപ്പൊ സോളിഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആരാണോ സോളിഡ് ആയിരിക്കണം അവിടുത്തെ സോൾവെന്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ സോളിഡ് സൊല്യൂഷനിൽ സോളിഡ് സോൾവെന്റ് ആയിട്ട് വരുന്ന സൊല്യൂഷനുകൾക്ക് ജനറലി വിളിക്കുന്ന പേരാണ് സോളിഡ് സൊല്യൂഷൻ. ഇപ്പൊ സോളിഡ് സോൾവെന്റ് ലിക്വിഡ് സൊല്യൂട്ട് വരാം, സോളിഡ് സോൾവെന്റ് സോളിഡ് തന്നെ സൊല്യൂട്ട് വരാം, സോളിഡ് സോൾവെന്റ് ഗ്യാസ് സൊല്യൂട്ടുകൾ വരാം. അപ്പൊ 3 ടൈപ്പ് സോളിഡ് സൊല്യൂഷൻ ഉണ്ട്. അതിലെ ഒരു ടൈപ്പാണിത്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മെർക്കുറി ലിക്വിഡും സോഡിയം സോളിഡും ആണ്. അപ്പൊ ലിക്വിഡ് എന്ന് പറയുന്നത് സോളിഡിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള, അതായത് ലിക്വിഡ് സൊല്യൂട്ട് സോളിഡ് സോൾവെന്റിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സോളിഡ് സൊല്യൂഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. Amalgam of mercury with sodium is an example of what type of solution?
ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി an എക്സാമ്പിൾ ഓഫ് സോളിഡ് സൊല്യൂഷൻ ആൻഡ് വിച്ച് സോളിഡ് എന്ന് പറയുന്നത് അവിടുത്തെ സൊല്യൂട്ട് ആയിരിക്കും, സോൾവെന്റ് ആയിരിക്കും. ലിക്വിഡ് എന്ന് പറയുന്നത് അവിടുത്തെ സൊല്യൂട്ട് ആയിരിക്കും. നമുക്ക് ആൻസർ എളുപ്പം കൊടുക്കാൻ പറ്റും. ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇത് ടെക്സ്റ്റ് ബുക്കിൽ NCERT ടെക്സ്റ്റ് ബുക്കിന്റെ രണ്ടാമത്തെ പേജിൽ, സൊല്യൂഷൻ കെമിസ്ട്രിയുടെ രണ്ടാമത്തെ പേജിൽ കോളത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. ആ ഒരു കോളത്തിൽ നിന്ന് അതിനെ ആസ്പദമാക്കി എടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് കിടക്കാം. രണ്ടാമത്തെ ചോദ്യം, ഇത് കോൺസെൻട്രേഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. മാസ് പെർസെൻറ്റേജ് ഉണ്ട്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ഉണ്ട്, ശരിയല്ലേ? വോളിയം പെർസെൻറ്റേജ് ഉണ്ട്, പാർട്സ് പെർ മില്യൺ തന്നിട്ടുണ്ട്, മൊളാരിറ്റി, നോർമാലിറ്റി, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, ഫോർമാലിറ്റി, അങ്ങനെ ഒരുപാട് കോൺസെൻട്രേഷൻ പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പൊ അതിനെ ആസ്പദമാക്കിയ ഒരു ചോദ്യമാണ്, ഇൻ വിച്ച് യൂണിറ്റ് ദി കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ റിമൈൻ ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ? There are certain concentration parameters which are dependent on temperature and there are certain other parameters which are independent of temperature. അപ്പോൾ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്, ടെമ്പറേച്ചറിനെ ഇൻഡിപെൻഡ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ഉണ്ട്. നമുക്കറിയാവുന്ന പാരാമീറ്റേഴ്സ് എല്ലാം ഒന്ന് നോക്കാം. ആദ്യം മാസ് പെർസെൻറ്റേജ് ആണ്. മാസ് പെർസെൻറ്റേജിന്റെ ബ്രാക്കറ്റിൽ എപ്പോഴും M/M എന്ന് എഴുതും, അല്ലെങ്കിൽ W/W എന്നുണ്ടായിരിക്കും. വെയിറ്റിനെ, സൊല്യൂട്ടിന്റെ വെയിറ്റിനെ സോൾവെന്റിന്റെ സൊല്യൂഷന്റെ വെയിറ്റ് കൊണ്ട് തന്നെയാണ് ഡിവൈഡ് ചെയ്യുന്നത് കാണിക്കാൻ മാസ് പെർസെൻറ്റേജ്. രണ്ട്, വോളിയം പെർസെൻറ്റേജ്, വോളിയം ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു 100. പിന്നുള്ളത് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ആണ്. ദെറാഫ്റ്റർ പാർട്സ് പെർ മില്യൺ. പാർട്സ് പെർ മില്യൺ വെയിറ്റിലും പറയാം, വോളിയത്തിലും നമുക്ക് പറയാം. പാർട്സ് പെർ മില്യൺ ഇൻറ്റു 10⁻⁶ എന്ന് കൊടുത്താൽ മതി. എക്സ്ട്രീംലി സ്മോൾ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ വെരി ഡയലൂട്ട് സൊല്യൂഷനുകളുടെ കോൺസെൻട്രേഷൻ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാരാമീറ്റർ ആണ് പാർട്സ് പെർ മില്യൺ. ദെറാഫ്റ്റർ മൊളാരിറ്റി. ഫസ്റ്റ് ഇയർ മുതലേ നമ്മൾ പഠിച്ച ഒരു ടേമാണ് മൊളാരിറ്റി. ക്യാപിറ്റൽ M കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്ന മൊളാരിറ്റി. പിന്നീടുള്ളത് മൊളാലിറ്റി ആണ്, സ്മോൾ M കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്ന മൊളാലിറ്റി. ദെൻ നോർമാലിറ്റി, ക്യാപിറ്റൽ N. ദെൻ മാസ് പെർസെൻറ്റേജ്, മോൾ ഫ്രാക്ഷൻ, കൈ എന്ന ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്ന മോൾ ഫ്രാക്ഷൻ. ഇനി ഇവൻ ഫോർമാലിറ്റി എന്ന് പറഞ്ഞ ഒരു യൂണിറ്റും കൂടെ ഉണ്ട്, അതിൽ കോൺസെൻട്രേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ ഉണ്ട്. പക്ഷെ നമ്മുടെ സിലബസിൽ ഫോർമുല മാസ് ഉപയോഗിച്ചിട്ടാണ് അവിടെ ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇത്രയും കോൺസെൻട്രേഷൻ പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇവരിൽ ചിലവർ ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്, ചില യൂണിറ്റുകൾ അല്ലെങ്കിൽ ചില പാരാമീറ്റേഴ്സ് ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആണ്. അപ്പോൾ ഓർത്തിരിക്കാൻ എളുപ്പത്തിന് വേണ്ടി വോളിയമായിട്ട് റിലേറ്റ് ചെയ്ത്, അപ്പോൾ ഇക്വേഷനിൽ ഇവരുടെ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ഇക്വേഷനിൽ വോളിയം ടേം ഉള്ളവരാണ് എങ്കിൽ അവർ ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്, വോളിയം ടേം ഇല്ലാത്ത ഒരു ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭാഗം കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ റൈറ്റ് സൈഡിൽ, ടെക്സ്റ്റ് ബുക്കിന്റെ റൈറ്റ് സൈഡിലായിട്ട് ആ കോളത്തിൽ ഒരു ഭാഗത്തായിട്ട് പറയുന്നുണ്ട്, ഇതിൽ മാസ് പെർസെൻറ്റേജ്, മാസ് മാത്രമേ ഉള്ളൂ, വോളിയം പാരാമീറ്റർ ഇല്ല. അതുപോലെ തന്നെ അടുത്തത് മൊളാലിറ്റി. മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം, അവിടെയും വോളിയം പാരാമീറ്റർ ഇല്ല. മോൾ ഫ്രാക്ഷൻ, അവിടെയും നമ്പർ ഓഫ് മോൾസ് ആണ് യൂസ് ചെയ്യുന്നത്, അവിടെയും വോളിയം ടേം ഇല്ല. ഈ മൂന്ന് പേരും ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആണ്, ശരിയല്ലേ? മാസ് പെർസെൻറ്റേജ്, മൊളാലിറ്റി ആൻഡ് മോൾ ഫ്രാക്ഷൻ, ദീസ് ആർ ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ്. വോളിയം പെർസെൻറ്റേജ് ടെമ്പറേച്ചർ ഡിപെൻഡന്റ് ആണ്. മാസ് ബൈ വോളിയം, അവിടെയും വോളിയം പാരാമീറ്റർ ഉള്ളതുകൊണ്ട് ഡിപെൻഡന്റ് ആണ്. പാർട്സ് പെർ മില്യൺ ഞാൻ പറയാതിരുന്നതിന്റെ കാരണം പാർട്സ് പെർ മില്യൺ മാസിന്റെ ടൈമിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം, വോളിയത്തിന്റെ ടൈമിൽ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് വോളിയം ആണോ മാസ് ആണോ എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ വരുന്നത് കൊണ്ടാണ് അത് അങ്ങനെ പറയാതിരുന്നത്. പിന്നുള്ളത് മൊളാരിറ്റി, അവിടെയും വോളിയം വരുന്നുണ്ട്, ടെമ്പറേച്ചറിന് ഡിപെൻഡന്റ് ആണ്. നോർമാലിറ്റി, വോളിയം ഉണ്ട്. ഫോർമാലിറ്റി, ഇവിടെ എല്ലാം വോളിയം പാരാമീറ്റർ ഉള്ളതുകൊണ്ട് അതെല്ലാം ഡിപെൻഡന്റ് ആണ്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഇൻ വിച്ച് യൂണിറ്റ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ റിമൈൻ ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ? ഫോർമാലിറ്റി ഡിപെൻഡന്റ് ആണ്, നോർമാലിറ്റി ഇറ്റ് ഇസ് ഡിപെൻഡന്റ്. What is the correct answer? മൊളാലിറ്റി. ഇവിടെ സി എന്ന് പറയുന്ന മൊളാലിറ്റി ആണ് ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ്. ബാക്കി മൂന്ന് പേരും ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കോൺസെൻട്രേഷൻ പാരാമീറ്റേഴ്സ് ആണ്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആര്, ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആര്, ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന ന്യൂമറിക്കൽസ് നിങ്ങൾ ഇവിടെ പഠിച്ചിരിക്കേണ്ടതാണ്. മാസ് പെർസെൻറ്റേജ്, മൊളാരിറ്റി, നോർമാലിറ്റി, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, ഇവരുമായിട്ട് കണക്ട് ചെയ്ത ന്യൂമറിക്കൽസ് സ്ഥിരമായി വരാറുണ്ട്. ഒബ്ജക്റ്റീവിന്റെ മോഡിലും വരാറുണ്ട്, ഇവൻ സബ്ജക്റ്റീവിലും അത് വരാറുണ്ട്. മസ്റ്റ് ആയിട്ടും സ്കിപ്പ് ചെയ്യാതെ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗമാണ് ആ ഒരു കോൺസെൻട്രേഷൻ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്.
അപ്പൊ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദി മൊളാരിറ്റി ഓഫ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് സൊല്യൂഷൻ. അപ്പൊ താഴെ രണ്ട് സൊല്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. രണ്ടു പേരുടെയും മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഹൗ വിൽ യു കാൽക്കുലേറ്റ് മൊളാരിറ്റി? മൊളാരിറ്റി ക്യാപിറ്റൽ എം ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മൊളാരിറ്റി ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മൊളാരിറ്റി വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ എന്നാണ്. മൊളാരിറ്റി ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, ആഡ് ചെയ്ത സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. അപ്പൊ ലിറ്ററിലുള്ള സൊല്യൂഷന്റെ വോളിയം നമുക്ക് അതിന് വേണ്ടി ഒരു ഇക്വേഷൻ ആയിട്ട് മാറ്റാം. സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് ഗിവൺ വെയിറ്റ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ആണ്. അപ്പൊ ഞാനിതിലെ 2 കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, സബ്സ്ക്രിപ്റ്റ് 2 ആയിട്ട് മെൻഷൻ ചെയ്യുന്നത് സൊല്യൂട്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇനി സോൾവെന്റിന്റെ ഭാഗത്തെല്ലാം 1 കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് W2/M2, വെയിറ്റ്, ഗിവൺ വെയിറ്റ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഇൻറ്റു വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻ ലിറ്റർ. ലിറ്ററിലാണ് ഡയറക്റ്റ് വോളിയം തന്നിരിക്കുന്നതെങ്കിൽ ജസ്റ്റ് ആ V കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, വോളിയം കൊണ്ട്, ലിറ്ററിലുള്ള വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇൻ കേസ് ഇനി വോളിയം മില്ലി ലിറ്ററിലാണ് എങ്കിൽ നിങ്ങൾ എന്തുകൂടെ ചെയ്തിരിക്കണം? വോളിയം ലിറ്ററിലാക്കാൻ വേണ്ടി V/1000 എഴുതാം, അല്ലെങ്കിൽ നമ്മൾ ന്യൂമറേറ്ററിലേക്ക് അതിനെ 1000 എന്ന് കൊടുത്താൽ മതി. അപ്പൊ M is equal to W2 into 1000 divided by M2 into V എന്ന് ഇക്വേഷൻ ഫോം ചെയ്യാം. ഇനി ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. A 30 gram ഓഫ് കൊബാൾട്ട് നൈട്രേറ്റ്, വെറും കൊബാൾട്ട് നൈട്രേറ്റ് അല്ല, ഹൈഡ്രേറ്റഡ് കൊബാൾട്ട് നൈട്രേറ്റ്, CONO3 twice 6H2O. അപ്പൊ 30 gram ഓഫ് കൊബാൾട്ട് നൈട്രേറ്റ് 4.3 ലിറ്റർ സൊല്യൂഷനിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അവരുടെ മൊളാരിറ്റി കണ്ടുപിടിക്കുക എന്നാണ് ചോദ്യം. അപ്പൊ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒന്നാമത്തെ എയുടെ മൊളാരിറ്റി കണ്ടുപിടിക്കാം. അപ്പൊ മൊളാരിറ്റി M is equal to W2 ഗിവൺ വെയിറ്റ്. എത്രയാ ഗിവൺ വെയിറ്റ്? 30 gram, 30 gram ഇൻടു, ഇവിടെ ഓൾറെഡി ലിറ്ററിൽ തന്നെയാണ് വോളിയം കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആവശ്യമില്ല മോളിലുള്ള 1000 എന്ന് പറയുന്നത് ആവശ്യമില്ല. ഓൾറെഡി വോളിയം is given in liter, so no need to convert it into liter. ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഡിവൈഡഡ് ബൈ, ഇനി മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട്, കൊബാൾട്ട് നൈട്രേറ്റിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കണം. കൊബാൾട്ടിന്റെ അറ്റോമിക് വെയിറ്റ് 59 ആണ്. അപ്പൊ കൊബാൾട്ടിന്റെ 59, നൈട്രജൻ 14, 2 എണ്ണാകുമ്പോൾ 28 ആയി, ഓക്സിജൻ 16, 3 എണ്ണാകുമ്പോൾ 48 ഇൻറ്റു വീണ്ടും ട്വൈസ് ചെയ്തു. അപ്പൊ കൊബാൾട്ട് നൈട്രേറ്റിന്റെ ഓൾ ടുഗെദർ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുക. 59, നൈട്രജന്റെ 14, ഓക്സിജൻ 6 എണ്ണം, ഇവരുടെ എല്ലാം കൂടെ ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന വെയിറ്റ് ആണ് 291 എന്ന് കിട്ടും. കൊബാൾട്ട് ചെയ്ത് നോക്കുക. കൊബാൾട്ട് നൈട്രേറ്റ്, കൊബാൾട്ടിന്റെ വെയിറ്റ് നൈട്രജന്റെയും ഓക്സിജന്റെയും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 291 കൊബാൾട്ട് നൈട്രേറ്റിന്റെ വെയിറ്റ് ഇൻടു വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ, ദാറ്റ് ഈസ് 4.3. ഈസിയാണ്. 30 ഡിവൈഡഡ് ബൈ 291 into 4.3. 30 divided by 291 into 4.3. ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും 0.023 മോളാർ എന്ന് ആൻസർ വരും. കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട്, ആകെപ്പാടെ കുറച്ച് ചെയ്യാനുള്ളത്. കൊബാൾട്ട് നൈട്രേറ്റിന്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. 6H2 ഉണ്ട്, അപ്പൊ വാട്ടറിന്റെ കൂടെ കൂട്ടണം കേട്ടോ. COയുടെ 59, നൈട്രജന്റെ 14, 28, ഓക്സിജന്റെ 6 ഓക്സിജൻ മൊത്തം ഉണ്ട്, അപ്പൊ 6 × 16. പിന്നെ വാട്ടർ മോളിക്യൂൾ 6 വാട്ടർ മോളിക്യൂൾ ഉണ്ട്, സോ 18 × 6. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വെയിറ്റ് ആണ് 291 എന്ന് പറയുന്നത് മോളിക്കുലാർ മാസ്. ഈസി ആയ ചോദ്യമാണ്. കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് സൊല്യൂഷൻ. 30 gram കൊബാൾട്ട് നൈട്രേറ്റ് 4.3 ലിറ്റർ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്ത ശേഷമുള്ള അതിന്റെ മാസ്. ഇനി രണ്ടാമത്തത് B 30 ml ഓഫ് 0.5 മോളാർ H2SO4. അപ്പൊ ആദ്യം തന്നെ സൾഫ്യൂരിക് ആസിഡിന്റെ വെയിറ്റ് കണ്ടുപിടിക്കാം. 30 ml ആണ്, 0.5 സൾഫ്യൂരിക് ആസിഡ് ആണ്, 500 ml ലാണ്, 500 ml. അപ്പൊ മില്ലി ലിറ്ററിലാണ്, അപ്പൊ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 30 ml 0.5 സൾഫ്യൂരിക് ആസിഡ് ഇസ് ഡയലൂറ്റഡ് ടു 500 ml. അപ്പൊ ഇവിടെ ഓർത്തെ 30 ml 0.5 സൾഫ്യൂരിക് ആസിഡ് നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അതിനെ ഡയലൂട്ട് ചെയ്യണം, 500 ml ആക്കി ഡയലൂട്ട് ചെയ്യണം. ഇപ്പൊ വോളിയം ഡയലൂട്ട് ചെയ്യുമ്പോഴേക്കും ഡയലൂഷൻ ഫോർമുല
M1V1 ഈസ് ഈക്വൽ ടു M2V2 ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഡയലൂഷൻ ഫോർമുല യൂസ് ചെയ്യുക. ഡയലൂഷൻ ഫോർമുല വേണം യൂസ് ചെയ്യാൻ. Molarity of the first substance into its volume is equal to molarity of the second into the corresponding volume. M1V1 is equal to M2V2. Then what will be the volume of the first solution? That is already given in the question, that is 30 ml 0.5 molar H2SO4 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ വോളിയം that is 30 ml and molarity it's also given, that is 0.5, which has to be diluted to 500 ml. അതിനെ 500 ml ആക്കി ഡയലൂട്ട് ചെയ്യുകയാണ്. സോ പുതിയതായിട്ട് 500 ml ആയിട്ട് വെള്ളം, അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കേണ്ടതായിട്ട് വരും. സൾഫ്യൂരിക് ആസിഡ് 30 ml ഉണ്ട്, അതിലേക്ക് പർട്ടിക്കുലർ എമൗണ്ട് വാട്ടർ ആഡ് ചെയ്യുമ്പോഴാണല്ലോ അത് 500 ml ലേക്ക് ഡയലൂട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ 500 ml ആക്കി ഡയലൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള അതിന്റെ മൊളാരിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. 500 ആണ് ഫൈനൽ വോളിയം ഇൻറ്റു molarity of that solution M2. M2 is equal to 30 into 0.5 divided by 500. Solve here. 30 into 0.5 divided by 500. Solve ചെയ്യുമ്പം കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? 0.03 മോളാർ എന്ന് വരും. 0.03 മോളാർ. ഇപ്പൊ മൊളാരിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്ന രണ്ട് ചോദ്യങ്ങളാണ്. അപ്പൊ രണ്ടാണ് ഇത് എടുത്തതിന്റെ ഉദ്ദേശം തന്നെ. ഒന്ന്, മൊളാരിറ്റിയുടെ നോർമൽ ഇക്വേഷൻ വെയിറ്റിൽ തരികയാണ്. ഒരു പർട്ടിക്കുലർ എമൗണ്ട് വെയിറ്റ് ഉള്ള ഒരു സബ്സ്റ്റൻസ് ഇത്ര ml അല്ലെങ്കിൽ ഇത്ര ലിറ്റർ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ മൊളാരിറ്റി കണ്ടുപിടിക്കണം. അപ്പൊ നോർമൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന, നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ എന്നുള്ള ജനറൽ പാറ്റേണിൽ ഉപയോഗിച്ചാൽ മതി. അപ്പൊ ആദ്യം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചു, വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്തു. പകരം ഞാൻ ഇവിടെ ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ ഉള്ളൂ. ഇനി ഡയലൂഷൻ ഫോർമുല ഉപയോഗിച്ച് ഒരു പർട്ടിക്കുലർ ml വോളിയത്തിലും ഒരു പെർട്ടിക്കുലർ എമൗണ്ട് മൊളാരിറ്റിയും ഉള്ള ഒരു സബ്സ്റ്റൻസിനെ ഡയലൂട്ട് ചെയ്ത് മറ്റൊരു വോളിയത്തിലേക്ക് മാറ്റി കഴിയുമ്പോൾ അതിന്റെ മൊളാരിറ്റിയിലുള്ള ചേഞ്ച് കണ്ടുപിടിക്കുക. അത് നമുക്ക് ഡയലൂഷൻ ഫോർമുല ഉപയോഗിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം വളരെ സിമ്പിളായ മൊളാരിറ്റിയുടെ ഒരു ചോദ്യമായിരുന്നു. അടുത്തത്, ഇപ്പൊ മൊളാരിറ്റി വന്ന സ്ഥിതിക്ക് മൊളാലിറ്റി ഇല്ലാതെ അടുത്ത ഭാഗം നമുക്ക് മൊളാലിറ്റിയിലേക്ക് തന്നെ നോക്കാം. കാൽക്കുലേറ്റ് ദി മൊളാലിറ്റി ഓഫ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 20.7 gram of potassium carbonate dissolute in 500 ml of solution. Assume density of the solution 1 ആണ്. അപ്പൊ സൊല്യൂഷന്റെ ഡെൻസിറ്റി 1 ആണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ അവിടെ നിന്ന് തുടങ്ങാം. ഡെൻസിറ്റി ഓഫ് ദി സൊല്യൂഷൻ, സൊല്യൂഷന്റെ ഡെൻസിറ്റി 1 gram per milliliter. അപ്പൊ ഒരു മില്ലിലിറ്ററിന് 1 gram ആണ് ഡെൻസിറ്റി, മാസ് ബൈ വോളിയം ഡെൻസിറ്റി. ഇപ്പൊ ഡെൻസിറ്റി തന്നിട്ടുണ്ട്, സൊല്യൂഷന്റെ വോളിയം തന്നിട്ടുണ്ട്. വോളിയം ഓഫ് സൊല്യൂഷൻ ദാറ്റ് ഈസ് ഓൾറെഡി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. വോളിയം ഓഫ് ദി സൊല്യൂഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 500 ml. ഇപ്പൊ വോളിയവും ഡെൻസിറ്റി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മാസ് കണ്ടുപിടിക്കാം, ശരിയല്ലേ? അപ്പൊ സൊല്യൂഷന്റെ മാസ് കണ്ടുപിടിക്കാം. സൊല്യൂഷന്റെ മാസ് എത്രയായിരിക്കും? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ് എങ്കിൽ മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്നാണ്. ഡെൻസിറ്റി ഇൻറ്റു വോളിയം. സോ 500 gram തന്നെ കിട്ടും. അപ്പൊ സൊല്യൂഷന്റെ മാസ് ഉണ്ട് 500 gram, ശരിയല്ലേ? അതില് 20.7 gram എന്ന് പറയുന്നത് ആഡ് ചെയ്ത സൊല്യൂട്ടിന്റെ മാസാണ്. അപ്പൊ സൊല്യൂഷന്റെ മാസ് 500 ഉണ്ട്, ആഡ് ചെയ്ത സൊല്യൂട്ടിന്റെ മാസ് 20.7 ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് സോൾവെന്റിന്റെ മാസ് കണ്ടുപിടിച്ചുകൂടെ? Mass of solute which is given in the question, that is 20.7 gram. Then how can we, then it is easy to calculate the mass of solvent only. Solvent ന്റെ മാസ് മാത്രമായിട്ട് കണ്ടുപിടിക്കാം. Mass of solvent, that is 500 minus 20.7, ശരിയല്ലേ? സൊല്യൂഷന്റെ മാസ് മൈനസ് സോല്യൂട്ടിന്റെ മാസ്. 500 20 കുറച്ചു 480. 480 അല്ലല്ലോ, 479.3. 470 അല്ലേ? 480 ആണ്. 479.3 gram എന്ന് കിട്ടും. ജസ്റ്റ് ഗിവൺ ഇൻ ഗ്രാമിലാണ്. അപ്പൊ മാസ് ഓഫ് സോൾവെന്റ് കിട്ടി. ഇനി നമുക്ക് ഈസി ആയിട്ട് മൊളാലിറ്റി കണ്ടുപിടിക്കാം. മൊളാലിറ്റി സ്മോൾ m is equal to number of moles of solute
divided by mass of solvent in kilogram. Mass of solvent in kilogram. സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. അപ്പൊ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണമെങ്കിൽ വെയിറ്റും വേണം, മോളിക്കുലാർ മാസും വേണം. ശരിയല്ലേ? വെയിറ്റ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, that is 20.7 divided by mass of solvent, that is 4 molecular mass of solvent. മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് വേണം. പൊട്ടാസ്യം കാർബണേറ്റ് ആണ്. അപ്പൊ K2 പൊട്ടാസ്യം കാർബണേറ്റ് അല്ലേ, K2CO3 ആണ്. പൊട്ടാസ്യത്തിന്റെ 39 കാർബണിന്റെ 12, 3 ഓക്സിജന്റെ 48. എല്ലാവരും ഒന്ന് കൂട്ടിക്കേ. വെയിറ്റ് എത്ര കിട്ടും? 138 എന്ന് കിട്ടും. അപ്പൊ 138 എന്ന് വരും. മാസ് 138. ഇനി മാസ് ഓഫ് സോൾവെന്റ്, ദാറ്റ് ഈസ് ഓൾസോ ഗിവൺ. നമ്മളിപ്പോ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 479.3. പക്ഷെ ഈ മാസ് മാത്രം അത് ഗ്രാമിലാണ്. കിലോഗ്രാമിലാക്കാൻ വേണ്ടി 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പൊ 20.7 into 1000 divided by 138 into 479.3. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട ആൻസർ ആണ് 0.313 മോളാർ എന്ന് കിട്ടും. MOLAL ആണ്, മോളാൽ എന്ന് കിട്ടും. മോളാൽ, ഇത്രയും മൊളാലിറ്റിയാണ്. കാൽക്കുലേറ്റ് ദി മൊളാലിറ്റി ഓഫ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 20.9 gram potassium carbonate dissolute in 500 ml of solution. Assume the density of the solution 1 gram per milliliter. ഇപ്പൊ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. അപ്പൊ അവിടെ എന്തോ ഒരു കാര്യം ഡെൻസിറ്റിയുമായിട്ട് കണക്ട് ചെയ്യാനുണ്ട്. ഇപ്പൊ ഡെൻസിറ്റി സൊല്യൂഷന്റെ മൊത്തം വോളിയം തന്നിട്ടുണ്ട്. ഡെൻസിറ്റി ഉണ്ട് എങ്കിൽ നമുക്ക് അതിൽ നിന്ന് സൊല്യൂഷന്റെ വെയിറ്റ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ മാസ് കണ്ടുപിടിക്കാം. സൊല്യൂഷന്റെ മാസ് കൊണ്ട് സൊല്യൂട്ടിന്റെ വെയിറ്റ് ഉണ്ട് എങ്കിൽ സോൾവെന്റിന്റെ വെയിറ്റ് കണ്ടുപിടിക്കാം. സോൾവെന്റിന്റെ വെയിറ്റ് ഉണ്ട്, സൊല്യൂട്ടിന്റെ വെയിറ്റ് ഉണ്ട്, സൊല്യൂട്ടിന്റെ മോളിക്കുലർ മാസ് അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് മൊളാലിറ്റിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്, ഈസിയാണ്, മൊളാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊരു ആദ്യത്തെ ചോദ്യം ഒരു ഡെഫിനിഷൻ ആണ്. ഡിഫൈൻ ദി ടേം മാസ് പെർസെൻറ്റേജ്. അപ്പൊ മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഇക്വേഷൻ അറിയാം. സൊല്യൂട്ടിന്റെ മാസ് ഡിവൈഡഡ് ബൈ സൊല്യൂഷന്റെ മാസ് ഇൻറ്റു 100 ആണല്ലോ, അല്ലെ? 100 ഗ്രാം സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിന്റെ മാസിന്റെ പെർസെൻറ്റേജിനെയാണ് മാസ് പെർസെൻറ്റേജ് എന്ന് വിളിക്കുന്നത്. വെയിറ്റ് ഓഫ് മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 100 ഗ്രാം ഓഫ് സൊല്യൂഷൻ. സൊല്യൂഷന്റെ മാസ് നമുക്ക് വേണമെങ്കിൽ അതിന്റെ ഇക്വേഷൻ ആയിട്ട് എഴുതാം. മാസ് ഓഫ് സൊല്യൂട്ട്, അല്ലെങ്കിൽ കമ്പോണന്റ് ആണെങ്കിൽ കമ്പോണന്റ്, മാസ് ഓഫ് എ കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ, സൊല്യൂഷന്റെ മൊത്തത്തിലുള്ള മാസ് ഇൻറ്റു 100. അപ്പൊ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ 100 ഗ്രാം സൊല്യൂഷനിൽ എത്ര ഗ്രാം ആണ് ഈ ഒരു പർട്ടിക്കുലർ കമ്പോണന്റ് ഉള്ളത്, അതിനെയാണ് അതിന്റെ മാസ് പെർസെൻറ്റേജ് എന്ന് വിളിക്കുന്നത്. മാസ് പെർസെൻറ്റേജ്, മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100, മാസ് പെർസെൻറ്റേജിന്റെ ഡെഫിനിഷൻ. ഇനി ചോദ്യം, കാൽക്കുലേറ്റ് ദ മാസ് പെർസെൻറ്റേജ് ഓഫ് ബെൻസീൻ C6H6. അപ്പൊ ബെൻസീൻ and carbon tetrachloride CCl4 if 22 gram of benzene is dissolved in 122 gram of carbon tetrachloride. അപ്പൊ കാർബൺ ടെട്രാക്ലോറൈഡിന്റെ വെയിറ്റ് തന്നിട്ടുണ്ട് 122. അപ്പൊ അതാണ് അവിടുത്തെ സോൾവെന്റ്, കൂടുതലുള്ളത് സോൾവെന്റ് എന്ന് എടുത്തു. ബെൻസീൻ എന്ന് പറയുന്ന അവിടുത്തെ സൊല്യൂട്ട് ആക്കി എടുത്തു. അപ്പൊ സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും വെയിറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ മാസ് പെർസെൻറ്റേജ് കണ്ടിട്ടുണ്ടെങ്കിൽ 100 മൈനസ് അതിന്റെ വാല്യൂ എടുത്ത് രണ്ടാമത്തതിന്റെ കിട്ടും. മാസ് പെർസെൻറ്റേജ് ഓഫ് ബെൻസീൻ is equal to ബെൻസീന്റെ വെയിറ്റ്, that is 22 divided by ടോട്ടൽ വെയിറ്റ് in the solution. അപ്പൊ സൊല്യൂഷന്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുമ്പോൾ സൊല്യൂട്ടിന്റെ വെയിറ്റും സോൾവെന്റിന്റെ വെയിറ്റും രണ്ടും കൂടെ കൂട്ടണം ഇൻറ്റു 100. 22 divided by 144 into 100. 22 divided by 144 into 100, that is
15.28. Mass percentage of benzene is 15.28 ആണ്. അപ്പൊ ബെൻസീന്റെ വെയിറ്റ് തന്നിട്ടുണ്ട്. അതുപോലെ സോൾവെന്റ് ആയിട്ടുള്ള കാർബൺ ടെട്രാക്ലോറൈഡ് CCl4ന്റെയും വെയിറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരുടെയും കൂടെ ടോട്ടൽ വെയിറ്റ് എടുക്കുമ്പോഴാണല്ലോ സൊല്യൂഷന്റെ വെയിറ്റ് ആകുന്നത് 22 + 122 സൊല്യൂഷന്റെ വെയിറ്റ്. ഇനി സൊല്യൂട്ടിന്റെ വെയിറ്റ് ഡിവൈഡഡ് ബൈ സൊല്യൂഷന്റെ വെയിറ്റ് ഇൻറ്റു 100. ഇനി രണ്ട് കമ്പോണന്റേ ഉള്ളൂ, ബെൻസീനും കാർബൺ ടെട്രാക്ലോറൈഡും ഉള്ളൂ. അപ്പൊ ബെൻസീന്റെ വെയിറ്റ് 15.28 ആണെങ്കിൽ ബാക്കി വരുന്നതിന്റെ പെർസെന്റേജ് ആരുടെ വെയിറ്റ് ആയിരിക്കും? കാർബൺ ടെട്രാക്ലോറൈഡിന്റെ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ 122 ഡിവൈഡഡ് ബൈ 144 ഇൻറ്റു 100 ചെയ്താലും മതി. റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മാസ് പെർസെന്റേജ് ഓഫ് CCl4ന്റെ എത്രയായിരിക്കും? 100 മൈനസ് 15.28 74.78 ശരിയല്ലേ? 74.72% എന്ന് വരും. വളരെ എളുപ്പമാണ്. ഇപ്പൊ മാസ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ ഏതൊരു കമ്പോണന്റിന്റെയും മാസ് പെർസെന്റേജ് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു സൊല്യൂഷനിലുള്ള ഒരു സൊല്യൂട്ടിന്റെ മാസ് പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ സൊല്യൂട്ടിന്റെ മാസ് ഡിവൈഡഡ് ബൈ സോൾവെന്റിന്റെ മാസ് ഇത് തെറ്റിക്കരുത്. സോൾവെന്റിന്റെ മാസ് മാത്രമല്ല, സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും കൂടെ സം എടുക്കണം. ദാറ്റ് ഈസ് സൊല്യൂഷന്റെ മാസ് ഇൻറ്റു 100. സാധാരണ എപ്പോഴും ഈ ക്വസ്റ്റ്യൻ വരുമ്പോഴേക്കും തെറ്റിക്കാനുള്ളത് നിങ്ങൾ 22 ഡിവൈഡഡ് ബൈ 144 ഇൻറ്റു 100 എന്ന് എഴുതി വെക്കും. അത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. സൊല്യൂട്ടിന്റെ മാസ് ഡിവൈഡഡ് ബൈ സോൾവെന്റിന്റെ മാസ് ഇൻറ്റു 100 എന്നല്ല മാസ് പെർസെന്റേജ്. അപ്പൊ മാസ് പെർസെന്റേജ് ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, മാസ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ എന്നാണ്. സൊല്യൂഷന്റെ മാസ് ഇൻറ്റു 100 എന്ന് വേണം ചെയ്യാൻ വേണ്ടി. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. To neutralize 40 ml of 0.1 molar aqueous solution of potassium hydroxide, the volume of 0.1 molar aqueous solution of phosphorus acid required is എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. 40 ml. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഫോസ്ഫോറിക് ആസിഡ് അല്ല ചോദ്യം, ഫോസ്ഫോറസ് ആസിഡ് ആണ്. ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ H3PO4 ആണ്. ഫോസ്ഫോറസ് ആസിഡ് എന്ന് പറഞ്ഞാൽ H3PO3 ആണ്. ഇറ്റ്സ് എ ഡൈബേസിക് ആസിഡ്. ഇതൊരു ഡൈബേസിക് ആസിഡ് ആണ്. അതായത് ഇവർക്ക് 2 H+ മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ, മൂന്നാമത്തെ H+ കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ റിയാക്ഷൻ എഴുതുക. ഫോസ്ഫോറസ് ആസിഡ് H3PO3 റിയാക്ട് വിത്ത് 2KOH, 2 പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. which is equal to which gives ആരൊക്കെയാ ഫോം ചെയ്യുന്നത്? H3PO3ക്ക് 2 ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 2 ഹൈഡ്രജനും മാറി അവിടെ ഒരു പൊട്ടാസ്യം വരും, K2HPO3 പ്ലസ്. ബാക്കി എന്തായിരിക്കും? 2 പൊട്ടാസ്യം പോയി, 2 പൊട്ടാസ്യം, 2 ഹൈഡ്രജൻ. ഇപ്പൊ ഇവിടെ ഒരു ഹൈഡ്രജൻ ഇനി മിച്ചമുണ്ട്, ആ ഹൈഡ്രജൻ ഇവിടെ 2 ഹൈഡ്രജൻ ഇനി ബാലൻസ് ഉണ്ട്. ഇവിടുത്തെ 2 ഹൈഡ്രജൻ ഇനി വരാനുണ്ട്. ഇവിടെ ആണെങ്കിലോ 2 ഹൈഡ്രജനോട് ചേർത്ത് 4 ഹൈഡ്രജൻ വരണം, 2 ഒരു ഓക്സിജനും, അപ്പൊ 2H2O. ഇതാണ് നമ്മുടെ റിയാക്ഷൻ എന്ന് പറയുന്നത്. 2 മോളിക്യൂൾ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിലേക്ക് 1 മോളിക്യൂൾ ഫോസ്ഫോറസ് ആസിഡ് ആഡ് ചെയ്യുമ്പോഴാണ് പൊട്ടാസ്യം ബൈഫോസ്ഫൈറ്റും അതുപോലെ തന്നെ 2 മോളിക്യൂൾ വാട്ടറും കിട്ടും. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണ്. ശ്രദ്ധിക്കേണ്ടത് ഫോസ്ഫോറസ് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡൈബേസിക് ആസിഡ്. ഇതിന്റെ അർത്ഥം എന്താ? 1 മോള് ഫോസ്ഫോറസ് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ അതിന്റെ ഇരട്ടി വേണം, 2 പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വേണം. ശരിയല്ലേ? അപ്പൊ 1 മോളിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി 2 പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വേണം. അപ്പൊ അവിടെ ഒരു കറക്ഷൻ ഫാക്ടർ ഒക്കെ ആഡ് ചെയ്യണം. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിന്റെ കറക്ഷൻ ഫാക്ടർ 1 ഫോസ്ഫോറിക് ആസിഡിന്റെ കൂട്ടത്തിൽ 2 മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയാണ്, M1V1 ഈസ് ഈക്വൽ ടു M2V2 എന്നാണ്. മൊളാരിറ്റി ഓഫ്, ഞാൻ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിന്റെ അതിനെ M1 കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു, H3PO3യെ M2 കൊണ്ട് റെപ്രസെന്റ് ചെയ്യാണ്. അപ്പൊ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിന്റെ ടു ന്യൂട്രലൈസ് കംപ്ലീറ്റ്ലി 40 ml 0.1 മോളാർ ആണ്. അപ്പൊ 40 ml M1 0.1 ആണ്, വോളിയം 40 ml ആണ്. അതേ ഇൻറ്റു 2 പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ 1 ഫോസ്ഫോറസ് ആസിഡ് മതി, ഇൻറ്റു 1. അപ്പൊ ഫോസ്ഫോറസ് ആസിഡിന്റെ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു M2 മൊളാരിറ്റി
ഫോസ്ഫറസ് ആസിഡിന്റെ മൊളാരിറ്റി 0.1 ഇൻടു അതിന്റെ വോളിയം, അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് V2 ഇൻടു എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം, അവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം ഒരു ഫോസ്ഫോറസ് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ 2 പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വേണം. അപ്പൊ എക്വേഷനകത്ത് KOH ഫോസ്ഫോറസ് ആസിഡിന്റെ നമ്പർ ഓഫ് മോൾസും ഫോസ്ഫോറസ് ആസിഡിനോടൊപ്പം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിന്റെ നമ്പർ ഓഫ് മോൾസും തിരിച്ചു മറിച്ച് മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം. അപ്പൊ 40 ഇൻടു 0.1 ഈസ് ഈക്വൽ ടു 0.1 ഇൻടു V2 ഇൻടു 0. ശരിയല്ലേ? ഈ പോയിന്റ് നമുക്ക് ഈ 2 ഇപ്പുറത്തോടെ ഇപ്പൊ തന്നെ അത് ഡിവൈഡ് ചെയ്തേക്കാം. 0.2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഈ 0.1 ഇപ്പുറത്തോട്ട് കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്തു. ഇപ്പൊ V2 ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടും. അപ്പൊ V2 ഈസ് ഈക്വൽ ടു, ഈസിയാണ്, 0.1 കട്ട് ചെയ്ത് പോയി 20യും 40യും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് 20 ml എന്ന് കിട്ടും. 20 ml, അതായത് 40 ml 0.1 മോളാർ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിനെ കംപ്ലീറ്റ് ആയിട്ട് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി എത്ര 0.1 മോളാറിലുള്ള ഫോസ്ഫോറസ് ആസിഡ് മതി? 20 ml മതി. ശരിയല്ലേ? 2നെ ന്യൂട്രലൈസ് ചെയ്യാൻ അതിന്റെ പകുതി 1 മതി. അങ്ങനെയും കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ അപ്പൊ മൊളാരിറ്റി സെയിം ആണെങ്കിൽ മാത്രമേ അത് ഉപയോഗിക്കാവുള്ളൂ. ഇപ്പൊ രണ്ടുപേരുടെയും മൊളാരിറ്റി സെയിം ആണ്, ഇവിടെയും 0.1 ആണ്, ഇവിടെയും 0.1 ആണ് എങ്കിൽ, മൊളാരിറ്റി രണ്ടുപേർക്കും സെയിം ആണ് എങ്കിൽ 2 KOHനെ ന്യൂട്രലൈസ് ചെയ്യാൻ 1 H3PO3 മതി. അതായത് 40യെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് 20യുടെ ആവശ്യമേ ഉള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. H3PO3 ദാറ്റ് ഇസ് ഫോസ്ഫോറസ് ആസിഡ് ഒരു ഡൈബേസിക് ആസിഡ് ആണെന്നുള്ള കൺസെപ്റ്റ് ഇവിടെ കറക്റ്റ് ആയിട്ട് അറിഞ്ഞു വെച്ചേക്കണം. നമ്മൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഡിഫൈൻ ഹെൻറീസ് ലോ അബൌട്ട് സോലിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ്. അപ്പൊ ഹെൻറീസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് 2 രീതിയിൽ പറയാം. സോലിബിലിറ്റി ഓഫ് ഗ്യാസ് is directly proportional to applied pressure. പ്രഷറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അല്ല എങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു ഇക്വേഷനുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ വേറെ രീതിയിൽ പറയാം. പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ്, ഒരു ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷർ, ഒരു ലിക്വിഡിൽ ഒരു സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുന്ന ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് which is directly proportional to മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസ് എന്നാണ്. അതിന്റെ മോൾ ഫ്രാക്ഷനുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ നമ്മൾ അതിനെ ഇക്വേറ്റ് ചെയ്യുകയാണ്. പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് ഈസ് ഈക്വൽ ടു KH into mole fraction of the gas. This is the mathematical equation of Henry's law. Partial pressure of gas is equal to KH into mole fraction of the gas. ഇതിലെ KH നെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെൻറീസ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കും. ഹെൻറീസ് കോൺസ്റ്റന്റ്. ഇപ്പൊ KH is ഹെൻറീസ് കോൺസ്റ്റന്റ്. Chi എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് ദി ഗ്യാസ് ആണ്. P എന്ന് പറഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ആണ്. അപ്പൊ 2 ഫോർമാറ്റിൽ പറയാം. ഒന്നെങ്കിൽ സോലിബിലിറ്റി പ്രഷറുമായിട്ട് കണക്ട് ചെയ്യുക, അല്ല എങ്കിൽ പാർഷ്യൽ പ്രഷറും മോൾ ഫ്രാക്ഷനുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് 2 ഫോർമാറ്റിലും ഹെൻറീസ് ലോ പറയാവുന്നതാണ്. അപ്പൊ ഹെൻറീസ് ലോയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ന്യൂമറിക്കലാണ് അടുത്തതായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ടെക്സ്റ്റ് ബുക്കിലെ ഇൻഡെക്സ്ഡ് ക്വസ്റ്റൻ ആയിട്ട് കൊടുത്തിട്ടുള്ള അതേ ചോദ്യം തന്നെയാണ്. വളരെ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റനും കൂടിയാണ്. ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് ഫോർ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ വാട്ടർ. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസ് വാട്ടർ ഡിസോൾവ് ചെയ്ത സമയത്തുള്ള അതിന്റെ ഹെൻറീസ് ലോ കോൺസ്റ്റന്റിന്റെ വാല്യൂ KH ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 1.67. അപ്പൊ KH വാല്യൂ ഇസ് ഗിവൺ ആസ് 1.67. KH is equal to 1.67 into 10⁸ പാസ്കൽ എന്ന് തന്നിട്ടുണ്ട്. ഇനി ചോദ്യത്തിന് ബാക്കി കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ആണ്, വെയിറ്റ് ആണ്. ക്വാണ്ടിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ 500 ml of soda water when placed under 2.5 atmospheric pressure. The pressure of carbon dioxide that is also given as 2.5 atm. ഇപ്പോൾ ഒരു പ്രഷർ പാസ്കലിലും ഒരെണ്ണം അറ്റ്മോസ്ഫിയറിലാണ്. അപ്പൊ നമ്മൾ ഇതിനെയും പാസ്കലിലേക്ക് മാറ്റാൻ വേണ്ടി 1.01235 ഇൻറ്റു 10⁵ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ അതിന് കിട്ടുന്ന ആൻസർ ആണ് 2.530 ഇൻറ്റു 10⁵ പാസ്കൽ എന്ന് കിട്ടും. ഇനി അക്കോർഡിംഗ് ടു ദ ഇക്വേഷൻ പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഇസ് ഈക്വൽ ടു KH ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് ഗ്യാസ് എന്നല്ലേ.
പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഈക്വൽ ടു KH ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നാണ്. ഇതിൽ നിന്ന് മോൾ ഫ്രാക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിവൈഡഡ് ബൈ KH, which is equal to partial pressure of carbon dioxide 2.530 into 10 raised to 5 divided by KH value 1.67 into 10 raised to 8 Pascal. ശരിയല്ലേ? 2.530 which is equal to എത്ര കിട്ടും? 2.530 into 1.67 1.515 into 10 raised to minus 3 എന്ന് കിട്ടും. മോൾ ഫ്രാക്ഷൻ കിട്ടി. ഇനി നമുക്കറിയാം മോൾ ഫ്രാക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ ആണ്. 500 ml വെള്ളം എടുത്ത് ഒഴിക്കുമ്പോഴേക്കും നന്നായിട്ട് ഡയലൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കൺസെപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു അസംഷൻ വിചാരിച്ചു കഴിഞ്ഞാൽ when you are considering number of water molecule is extremely greater than that of number of moles of carbon dioxide, denominator നമുക്ക് എന്ത് ചെയ്യാം? മോൾ ഫ്രാക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് is equal to number of moles of carbon dioxide divided by number of moles of water എന്ന് കൊടുക്കാം. അപ്പൊ ഇതിൽ നിന്ന് number of moles of carbon dioxide നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? മോൾ ഫ്രാക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ എന്ന് എടുക്കാം. ശരിയല്ലേ? വാട്ടറിന്റെ നമ്പർ ഓഫ് മോൾസ് എത്രയാ? 500 ml എന്ന് പറഞ്ഞാൽ 500 ഗ്രാം എന്ന് വിചാരിച്ചാൽ മതി. 500 ml വാട്ടർ, അതിനെ 500 ഗ്രാം ആയിട്ട് അങ്ങ് വിചാരിക്കുക. 500 ഗ്രാം ആയിട്ട് വിചാരിക്കുക. 18 ഗ്രാമിൽ എത്ര വാട്ടർ ഉണ്ട്? 18 ഗ്രാം എന്ന് പറയുന്നത് 18 ml ശരിയല്ലേ? 18 ml 1 മോൾ ആണ്. 18 ഗ്രാം ഇസ് ഈക്വൽ ടു ഇറ്റ്സ് 1 മോൾ ആണ് എങ്കിൽ 500 ഗ്രാം എന്ന് പറയുന്നത് എത്ര മോൾ ആയിരിക്കും? 500 ഡിവൈഡഡ് ബൈ 18 ശരിയല്ലേ? എത്ര കിട്ടും? 27 പോയിന്റ് വരും. 27.77 എന്നൊക്കെ പറഞ്ഞു വരും. അപ്പൊ നമ്പർ ഓഫ് മോൾസ് അവിടെ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ മോൾ ഫ്രാക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് 1.515 ഇൻറ്റു 10 raised to minus 3 ഇൻറ്റു 27.77. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നത് 42.079 ഇൻറ്റു 10 raised to minus 3 എന്ന് കിട്ടും. ഇത് നമ്പർ ഓഫ് മോൾസ് ആണ്. നമ്പർ ഓഫ് മോൾസിനെ വെയിറ്റിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ അതിന്റെ മോളിക്കുലാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. Therefore, weight of carbon dioxide 42.079 into 10 raised to minus 3 into കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലാർ മാസ് 44 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ കിട്ടുന്ന ആൻസർ ആണ്. പവർ ഒക്കെ റൗണ്ട് ഓഫ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് കിട്ടുന്നത് 1.851 ഗ്രാം എന്ന് വരും. 42.079 into 10 raised to minus 3 44 കൊണ്ട്, അതായത് മോളിക്കുലാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് 1.851 ഗ്രാം എന്ന് പറഞ്ഞു വരും. ഇത് ടെക്സ്റ്റ് ബുക്കിൽ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഇൻടെക്സ്റ്റ് ക്വസ്റ്റൻ ആണ്. ഇൻടെക്സ്റ്റ് ക്വസ്റ്റൻ ഹെൻറീസ് ലോ കഴിയുമ്പോഴേക്കും 2 ഇൻടെക്സ്റ്റ് ക്വസ്റ്റൻ ആണുള്ളത്. അതിൽ രണ്ടാമത്തെ ഇൻടെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ അതേ ഇൻടെക്സ്റ്റ് ക്വസ്റ്റൻ തന്നെ. അപ്പൊ ഇൻടെക്സ്റ്റ് ക്വസ്റ്റനുകളെല്ലാം പഠിക്കേണ്ടതിന്റെ അത്യാവശ്യമാണ് ഓർക്കേണ്ടത്. പ്രീവിയസ് ഇയറിലൊക്കെ സാധാരണ ഇൻടെക്സ്റ്റ് ക്വസ്റ്റനിലെ ചോദ്യങ്ങൾ അതുപോലെ തന്നെ എടുത്ത് ചോദിക്കാറുണ്ട്. ചിലയിടത്ത് ചില വോളിയത്തിലോ അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസിലോ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്തുമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിന്റെയും അതുപോലെ എക്സസൈസ് ക്വസ്റ്റനും ഒക്കെ ചെയ്യേണ്ടതിന്റെ ആവശ്യകതയാണ്. ഓരോ ചോദ്യങ്ങളും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള പല പല ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. ഇനി ഇതും ഹെൻറീസ് ലോയുടെ ഭാഗത്ത് വരുന്നതാണ്. അക്വാറ്റിക് ആനിമൽസ് ആർ മോർ കംഫോർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ റാദർ ദാൻ ഇൻ വാം വാട്ടർ. ശരിയല്ലേ? അതിന്റെ ഒരൊറ്റ റീസണേ ഉള്ളൂ. സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഗ്യാസിന്റെ സോലിബിലിറ്റി ടെമ്പറേച്ചറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ ചൂടാക്കുന്നതിനനുസരിച്ച് ഡിസോൾവ് ചെയ്തിട്ടുള്ള ഗ്യാസുകൾ ഇവാപറേറ്റ് ചെയ്ത് പോകും. അപ്പൊ അതിനനുസരിച്ച് ഡിസോൾവ്ഡ് ഗ്യാസ് വളരെ കുറവായിരിക്കും. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ഭാഗമാണ്. KH വാല്യൂ എന്നൊക്കെ പറഞ്ഞ് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിന് തൊട്ട് താഴെയായിട്ടുള്ള പാരഗ്രാഫ് ഇങ്ങനെ തന്നെയാണ്. അക്വാറ്റിക് സ്പീഷീസ് ആർ മോർ കംഫോർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ റാദർ ദാൻ ഇൻ വാം വാട്ടർ ബിക്കോസ് സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഗ്യാസിന്റെ സോലിബിലിറ്റി കുറയും. അപ്പൊ വെള്ളം ചൂടാക്കുക അല്ലെങ്കിൽ വാം വാട്ടറിലായിരിക്കുന്ന സമയത്ത്
ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ട് തന്നെ അതിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള ഓക്സിജന്റെ അളവ് കുറവായിരിക്കും. അപ്പൊ ഡിസോൾവ്ഡ് ഓക്സിജന്റെ അളവ് കുറവാകുന്നത് കൊണ്ട് തന്നെ അക്വാറ്റിക് ആനിമൽസ് അതിലെ ഡിസോൾവ് ചെയ്തിരിക്കുന്ന ഓക്സിജൻ ആണ് അവരുടെ ജീവൽ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ അവർക്ക് അതൊരു ഡിസ്കംഫോർട്ട് ആയിരിക്കും. അപ്പൊ അക്വാറ്റിക് സ്പീഷീസ് ആർ മോർ കംഫോർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ റാദർ ദാൻ ഇൻ വാം വാട്ടർ ബിക്കോസ് അവിടുത്തെ ടെമ്പറേച്ചർ ഗ്യാസിന്റെ സോലിബിലിറ്റിക്ക്, ഒരു സോളിഡ് ഒരു ലിക്വിഡിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ അവിടെ സോലിബിലിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഒരു ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷനുകളാണ് എങ്കിൽ സോലിബിലിറ്റി ടെമ്പറേച്ചറിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ആൻസർ ഇതിന്റെ സി ആണ് കൊടുക്കേണ്ടത്. ടെക്സ്റ്റ് ബുക്കിന്റെ അതേ പാരഗ്രാഫാണ്. അടുത്തത് ഇതും ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷൻ ആയിട്ട് പറയുന്നതാണ്. സ്ക്യൂബ ഡൈവേഴ്സിന്റെയും മൗണ്ടൻ ക്ലൈംബേഴ്സിന്റെയും 2 എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. സ്ക്യൂബ ഡൈവേഴ്സ് അവരുടെ ടാങ്ക് ഉണ്ട്, എയർ ടാങ്ക്. ദ ടാങ്ക് യൂസ്ഡ് ബൈ സ്ക്യൂബ ഡൈവേഴ്സ് ഓർ ഡൈവേഴ്സ് ആർ ഫിൽഡ് വിത്ത് എയർ ഡയലൂട്ടഡ് വിത്ത് എന്നതായിരിക്കും ടെക്സ്റ്റ് ബുക്കിൽ. അങ്ങനെ തന്നെ ഇത് അതേ വാചകം തന്നെയാണ്. സ്ക്യൂബ ഡൈവേഴ്സിന്റെ എയർ ബാഗിൽ അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന ആ എയറിൽ അതിനെ ഡയലൂട്ട് ചെയ്തിട്ടുണ്ട്. ഏത് ഗ്യാസ് ഉപയോഗിച്ചും? ഹീലിയം ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് അതിനെ ഡയലൂട്ട് ചെയ്തിരിക്കുന്നത്. ഇവൻ അതിനൊരു പ്രപ്പോർഷൻ തന്നെയുണ്ട്. 11.7 ഹീലിയം, ശരിയല്ലേ? അതുപോലെ 56.2% നൈട്രജൻ ആണ്, റിമൈനിങ് പെർസെന്റേജ് 32.1% ഓക്സിജൻ ആണ്. അപ്പൊ ഇതിനൊരു കറക്റ്റ് ഒരു പ്രപ്പോർഷൻ പോലെ ഉള്ളതാണ്. അപ്പൊ സ്ക്യൂബ ഡൈവേഴ്സിന്റെ അവർ ഫില്ല് ചെയ്തുകൊണ്ട് പോകുന്ന എയറിനെ, കാരണം ഹീലിയത്തിന് KH വാല്യൂ വളരെ കൂടുതലാണ്, അപ്പൊ സോലിബിലിറ്റി വളരെ കുറവായിരിക്കും. അപ്പൊ പാർഷ്യൽ പ്രഷർ എൻറ്റയർ മിക്സറിനെ നന്നായിട്ട് ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ട്, പാർഷ്യൽ പ്രഷർ കുറയ്ക്കുന്നത് കൊണ്ട് അതിന്റെ സോലിബിലിറ്റി, ബ്ലഡിന്റെ പ്ലാസ്മയിലുള്ള സോലിബിലിറ്റി ഡിക്രീസ് ചെയ്യും. അപ്പൊ തിരിച്ച് അത് റിലീസ് ചെയ്യപ്പെടത്തില്ല. അത് ആ കാപ്പിലറീസോ വെയിൻസോ ഒക്കെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫിസിക്കൽ കണ്ടീഷനാണ് നമ്മൾ എന്തൊരു പേരിട്ട് വിളിച്ചിരിക്കുന്നത്? ബെൻസ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ബെൻസ് ഉണ്ടാകാതിരിക്കും. സ്ക്യൂബ ഡൈവേഴ്സിന് ബെൻസും അനോക്സിയ, മൗണ്ടൻ ക്ലൈംബേഴ്സിന് അനോക്സിയ എന്ന് പറഞ്ഞ ഫിസിക്കൽ കണ്ടീഷൻ ഫോം ചെയ്യുന്നത് അത് ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷൻ ആയിട്ട് പറയുന്ന ഭാഗമാണ്. അപ്പൊ സ്ക്യൂബ ഡൈവേഴ്സ് ഹീലിയമാണ് ഡയലൂട്ട് ചെയ്യാൻ അതിനകത്ത് ഉപയോഗിക്കുന്ന ഗ്യാസ്. അടുത്ത ചോദ്യം, ഇനി ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ കഴിഞ്ഞ അടുത്തത് ലിക്വിഡ് സൊല്യൂഷൻസ് ആണ്. ഇപ്പൊ ലിക്വിഡ് സൊല്യൂഷനിൽ റൗൾസ് ലോ ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അവിടെ പ്രധാനമായ ഒരു ഭാഗം എന്ന് പറയുന്നത് വേപ്പർ പ്രഷർ എന്താന്നുള്ളതാണ്. ഏതൊരു ലിക്വിഡും നോർമൽ ടെമ്പറേച്ചറിൽ ഇവാപറേറ്റ് ചെയ്യുന്നുണ്ട്. ഏത് ലിക്വിഡ് ആണെങ്കിലും, വാട്ടർ ആണെങ്കിൽ ഇവാപറേറ്റ് ചെയ്യുന്നുണ്ട്, ബെൻസിൻ ഇവാപറേറ്റ് ചെയ്യുന്നുണ്ട്, വാട്ട് എവർ ബി ദ ലിക്വിഡ് നോർമൽ ടെമ്പറേച്ചറിൽ അത് ഇവാപറേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ സർഫസിലുള്ള വാട്ടർ മോളിക്യൂൾ അല്ലെങ്കിൽ സർഫസിലുള്ള സോൾവെന്റ് മോളിക്യൂൾ അല്ലെങ്കിൽ സർഫസിലുള്ള ലിക്വിഡ് എസ്കേപ്പ് ചെയ്ത് വേപ്പറൈസ് ചെയ്ത് പോകുന്നുണ്ട്. ഈ പോയ വേപ്പേഴ്സ് സൊല്യൂഷൻ ഫേസിലേക്ക് അല്ലെങ്കിൽ ലിക്വിഡ് ഫേസിലേക്ക് എക്സേർട്ട് ചെയ്യപ്പെടുന്ന പ്രഷറിനെയാണ് അതിന്റെ വേപ്പർ പ്രഷർ എന്ന് വിളിക്കുന്നത്. ഏത് ലിക്വിഡിനും വേപ്പർ പ്രഷർ ഉണ്ട്. അത് എത്രമാത്രം വിവാപറേറ്റ് ചെയ്യുന്നു എന്നതിന്റെ റേറ്റിനെ അടിസ്ഥാനപ്പെടുത്തി വേപ്പർ പ്രഷറിന് വ്യത്യാസമുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ. 2 ലിക്വിഡുകളുടെ വേപ്പർ പ്രഷർ ഒരിക്കലും സെയിം ആയിട്ട് വരത്തില്ല. വാട്ടറിന്റെ വേപ്പർ പ്രഷർ ആയിരിക്കില്ല കെറോസിൻ എന്ന് പറയുന്ന ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ, അതിന്റെ വേപ്പർ പ്രഷർ ആയിരിക്കില്ല അസറ്റോണിന്റെ വേപ്പർ പ്രഷർ. അപ്പൊ ഓരോ ലിക്വിഡുകൾക്കും ഓരോ വേപ്പർ പ്രഷർ ഉണ്ടായിരിക്കും. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇവാപറേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ ഇവിടെ വേപ്പർ പ്രഷർ എന്ന് പറയുന്ന കൺസെപ്റ്റ് കറക്റ്റ് ആക്കി മനസ്സിലാക്കി വെച്ചതിന് ശേഷമേ റൗൾസ് ലോയിലേക്ക് കടക്കാവുള്ളൂ. ഇപ്പൊ റൗൾസ് ലോ വേപ്പർ പ്രഷറുമായിട്ട് കണക്ട് ചെയ്യുന്ന ലോ ആണ്. ഇപ്പൊ സ്റ്റേറ്റ് റൗൾസ് ലോ ഫോർ ബൈനറി സൊല്യൂഷൻ കണ്ടെയ്നിങ് വോളറ്റൈൽ കമ്പോണന്റ്. വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ ഈസിലി വേപ്പറൈസബിൾ എന്നാണ് അർത്ഥം. പെട്ടെന്ന് വേപ്പറൈസ് ചെയ്യപ്പെടുന്ന 2 ലിക്വിഡുകൾ, ഞാനിപ്പം എ എന്നും ബി എന്നും പറയുന്ന 2 ലിക്വിഡുകൾ എടുത്തു. ഐ എം ടേക്കൺ 2 ഈസിലി വേപ്പറൈസബിൾ അല്ലെങ്കിൽ വോളറ്റൈൽ ലിക്വിഡ്സ് എ ആൻഡ് ബി. ഇപ്പം എക്ക് നോർമൽ ടെമ്പറേച്ചറിൽ, അതായത് മിക്സ് ചെയ്യുന്നതിന് മുൻപ് എ വെറുതെ ഇരിക്കുന്ന സമയത്ത് പ്യുവർ സ്റ്റേറ്റിൽ എക്ക് ഒരു വേപ്പർ പ്രഷർ ഉണ്ട്. ഞാൻ അതിനെ P0A എന്ന് റെപ്രസെന്റ് ചെയ്തു. വാട്ട് ഇസ് P0A? വേപ്പർ പ്രഷർ ഓഫ് എ ഇൻ ദി പ്യുവർ സ്റ്റേറ്റ്. ബി എന്ന് പറയുന്ന കമ്പോണന്റ് വെറുതെ ഇരിക്കുന്ന സമയത്ത് രണ്ടും മിക്സ് ചെയ്തില്ല, മിക്സ് ചെയ്യുന്നതിന് മുൻപ് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് അതിനൊരു വേപ്പർ പ്രഷർ ഉണ്ട്. ദാറ്റ് ഈസ് P0B. വാട്ട് എവർ ബി ദ ലിക്വിഡ്, all liquids are having a certain amount of vapor pressure. This is called natural vapor pressure. നമ്മൾ അതിനെ നാച്ചുറൽ വേപ്പർ പ്രഷർ എന്നാണ് പറയുന്നത്. അപ്പൊ എ എന്ന് പറയുന്ന ലിക്വിഡും ബിയും എടുത്തു. ഫോർ എക്സാമ്പിൾ വാട്ടറും ആൽക്കഹോളും ആയിക്കോട്ടെ. അപ്പൊ ഞാൻ എ എന്ന് പറയുന്ന വാട്ടർ എടുത്തു, ബി എന്ന് പറയുന്ന എത്തനോൾ എടുത്തു. അപ്പൊ വാട്ടറും എത്തനോളും 2 ലിക്വിഡുകളാണ്. വാട്ടറിന് നോർമൽ ആയിട്ടിരിക്കുമ്പോൾ ഒരു വേപ്പർ പ്രഷർ ഉണ്ട്, അത് P0A എന്ന് വിളിച്ചു. ആൽക്കഹോൾ എത്തനോളിന് ഒരു വേപ്പർ പ്രഷർ ഉണ്ട്, ഞാൻ അതിനെ P0B എന്ന് വിളിച്ചു. ഈ 2 ലിക്വിഡുകളും കൂടെ മിക്സ് ചെയ്ത് ഒരു സൊല്യൂഷൻ ഫോം ചെയ്യുകയാണ്. അപ്പം എയും ബിയും കൂടെ
മിക്സ് ചെയ്ത് ഒരു സൊല്യൂഷൻ ഫോം ചെയ്യുകയാണ്. ആ സൊല്യൂഷനകത്ത് റിമൈനിങ് വൺ തിങ്, സൊല്യൂഷനകത്തുള്ള എയുടെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് എയുടെ മോൾ ഫ്രാക്ഷന് പ്രപ്പോർഷണൽ ആയിരിക്കും. ബിയുടെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ബിയുടെ മോൾ ഫ്രാക്ഷന് പ്രപ്പോർഷണൽ ആയിരിക്കും. The mole fraction of each component in the solution is directly proportional to the partial pressure. Like തിരിച്ച് partial pressure of each component in the solution is directly proportional to the mole fraction. So total pressure P is equal to PA plus PB. So PA എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? PA is equal to ആ proportionality മാറ്റി P0A into chi A. PB ആണെങ്കിലോ P0B into chi B. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡാൽട്ടന്റെ പാർഷ്യൽ പ്രഷറിന്റെ ഇക്വേഷൻ PT is equal to PB plus PA. Instead of PA, P0A into chi A, P0B into chi B. P total. ഇതാണ് Raoult's law. ഇതാണ് when two volatile liquids mix to form a solution, and the partial vapor pressure of each component in the solution is directly proportional to their mole fraction in the solution. അപ്പോൾ ഇതിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആണ്. പഠിച്ചു വെച്ചേക്കുക Raoult's law. Raoult's law കംപ്ലീറ്റ് ആയിട്ട് ഒബേ ചെയ്യുന്ന സൊല്യൂഷനുകൾക്ക് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിളിക്കും. ഏതൊരു കോമ്പസിഷനിലും ഏത് ടെമ്പറേച്ചറിലും Raoult's law 100% ഒബേ ചെയ്യുന്ന സൊല്യൂഷനാണ് ഐഡിയൽ സൊല്യൂഷൻ. ശരിയല്ലേ? ഈഥൈൽ ക്ലോറൈഡ്, ഈഥൈൽ ബ്രോമൈഡ്, ബെൻസീൻ ടോളുവീൻ മിക്സ്ചർ, അതെല്ലാം ഹെക്സൈന്, ഹെപ്റ്റൈൻ മിക്സ്ചർ, ഇതെല്ലാം ഐഡിയൽ സൊല്യൂഷനാണ്. ഏത് ടെമ്പറേച്ചറിലും ഏത് പ്രഷറിലും Raoult's law 100% ഒബേ ചെയ്യുന്ന സൊല്യൂഷനുകളാണ് ഐഡിയൽ സൊല്യൂഷൻ. ഇപ്പൊ ഐഡിയൽ സൊല്യൂഷന്റെ രണ്ട് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ്. ഇപ്പൊ ഐഡിയൽ സൊല്യൂഷന്റെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് അവിടുത്തെ ഡെൽറ്റ എച്ച് മിക്സിംഗ് ഈസ് ഈക്വൽ ടു 0. Enthalpy of mixing before and after mixing there will be no change. Delta H mixing is equal to 0. രണ്ട്, delta V mixing is equal to 0. രണ്ടെണ്ണം ചോദിച്ചിട്ടുള്ളത് നമുക്ക് ഒരെണ്ണം പറയാം. ബിഫോർ മിക്സിംഗ് ഇന്ററാക്ഷനും ആഫ്റ്റർ മിക്സിംഗ് ഇന്ററാക്ഷനും സെയിം ഇന്ററാക്റ്റീവ് പവർ ആയിരിക്കും. ബിഫോർ മിക്സിംഗ് AA ടൈപ്പ് ഇന്ററാക്ഷനും BB ടൈപ്പ് ഇന്ററാക്ഷനും which is exactly equal to AB ടൈപ്പ് ഇന്ററാക്ഷൻ. ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. നേരത്തെ പറഞ്ഞ 3 എക്സാമ്പിളുകൾ അതിന് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ give any two characteristics of an ideal solution. ഡെൽറ്റ എച്ച് മിക്സിംഗ് 0 ആണ്, ഡെൽറ്റ വി മിക്സിംഗ് 0 ആണ്. ബിഫോർ മിക്സിംഗ് ഇന്ററാക്ഷന്റെയും ആഫ്റ്റർ മിക്സിംഗ് ഇന്ററാക്ഷന്റെയും റേറ്റ് ഒരുപോലെ തന്നെ ആയിരിക്കും. ഏതൊരു ടെമ്പറേച്ചറിലും Raoult's law ഒബേ ചെയ്യുന്ന സൊല്യൂഷനാണ് ഐഡിയൽ സൊല്യൂഷൻ. ഇനി ഒരു ചോദ്യമാണ്, ഗീവ് റീസൺ. വെൻ 30 ml ഈഥൈൽ ആൽക്കഹോൾ എത്തനോൾ C2H5OH, 30 ml എത്തനോൾ 30 ml വാട്ടറും കൂടെ മിക്സ് ചെയ്തു. വോളിയം ഓഫ് ദ റിസൾട്ടിംഗ് സൊല്യൂഷൻ ഈസ് മോർ ദാൻ 60 ml. എന്തുകൊണ്ടായിരിക്കും? കാരണം എത്തനോൾ വാട്ടർ മിക്സ്ചർ ഏത് ടൈപ്പ് സൊല്യൂഷനാ? ഇറ്റ്സ് എ നോൺ ഐഡിയൽ സൊല്യൂഷൻ. ഐഡിയൽ അല്ല, ഇറ്റ്സ് എ നോൺ ഐഡിയൽ സൊല്യൂഷൻ. Raoult's law ഒബേ ചെയ്യാത്ത നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണ്. പർട്ടിക്കുലർലി ഇറ്റ് ഇസ് പോസിറ്റീവ് ഡീവിയേഷൻ ഉള്ള സൊല്യൂഷൻ ആണ്. ശരിയല്ലേ? എത്തനോൾ വാട്ടർ മിക്സ്ചർ ഇസ് പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. അപ്പൊ പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ ഡെൽറ്റ എച്ച് മിക്സിംഗ് ഗ്രേറ്റർ ദാൻ 0 ഓർ യു ക്യാൻ സേ പോസിറ്റീവ് ആയിരിക്കും. ഡെൽറ്റ വി മിക്സിംഗ് ഇസ് ഓൾസോ ഗ്രേറ്റർ ദാൻ 0, പോസിറ്റീവ് ആയിരിക്കും. അതായത് ബിഫോർ മിക്സിംഗിനെക്കാട്ടിലും വോളിയം കൂടുതലായിരിക്കും എവിടെ? ആഫ്റ്റർ മിക്സിംഗ്. അതാണ് ഡെൽറ്റ വി മിക്സിംഗ് ഗ്രേറ്റർ ദാൻ 0 ആയിരുന്നു പറയുന്നത്. കാരണം ഇന്ററാക്ഷന്റെ പവർ ആണ്. ബിഫോർ മിക്സിംഗിന്റെ എയുടെയോ BBയുടെയോ ഇന്ററാക്ഷന്റെ പവറിനെക്കാട്ടിലും കുറവായിരിക്കും ആഫ്റ്റർ മിക്സിംഗിന്റെ പവർ. അതായത് എത്തനോളും വാട്ടറും തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എത്തനോൾ വാട്ടർ ബോണ്ടിനെക്കാട്ടിലും കുറച്ചും കൂടെ സ്ട്രോങ് ആണ് എത്തനോളും തമ്മിലുള്ളതോ വാട്ടറും തമ്മിലുള്ളതായിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പൊ ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷന്റെ ഇന്ററാക്ഷന്റെ കുറവ് മൂലം വേപ്പർ പ്രഷർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതലായിരിക്കും അവിടെ. എക്സ്പീരിയൻസ് Raoult's law യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടേണ്ട വേപ്പർ പ്രഷറിനെക്കാട്ടിലും എപ്പോഴും കൂടുതലായിരിക്കും ഏത് ഇൻസ്റ്റന്റിലെയും ഈ മിക്സ്ചറിന്റെ വേപ്പർ പ്രഷർ. അപ്പൊ വേപ്പർ പ്രഷറിലുള്ള ഇൻക്രീസ് എന്ന് പറയുന്നത്
ഇവരുടെ വോള്യത്തിനെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇപ്പൊ 1330 മിക്സ് ചെയ്താൽ 60 വരേണ്ടതിന് പകരം അതിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായിരിക്കും വോള്യം. എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ വാല്യൂ ഒന്നുമല്ല, ഒരു ചെറിയൊരു ഇൻക്രീസ് അവിടെ ഉണ്ടായിരിക്കും. അത് ഓർത്ത് വെച്ചേക്കുക. പോസിറ്റീവ് ഡീവിയേഷന്റെ ഭാഗമാണ്. ഇതുപോലെ നെഗറ്റീവ് ഡീവിയേഷനും ഉണ്ട്. ഇപ്പൊ വോള്യം കുറവായിരിക്കും വരുന്നത്. അടുത്ത് ഡിഫൈൻ ദി ടേം അസിയോട്രോപ്പ്. അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസിയോട്രോപ്പ് എന്ന് പറയുന്നത് നോൺ ഐഡിയൽ സൊല്യൂഷനുകൾക്ക് വേണ്ടി മാത്രം, സ്ട്രിക്ട്ലി നോൺ ഐഡിയൽ സൊല്യൂഷന് വേണ്ടി മാത്രമുള്ള ഒരു ക്രൈറ്റീരിയ ആണ്. നോൺ ഐഡിയൽ സൊല്യൂഷൻസ്, ഐഡിയൽ സൊല്യൂഷൻസ് നെവർ ഫോം അസിയോട്രോപിക് കോമ്പൻസേഷൻ. അതായത് പോസിറ്റീവോ നെഗറ്റീവോ നോൺ ഐഡിയൽ സൊല്യൂഷൻ ഡീവിയേഷൻസ് ഉള്ള നോൺ ഐഡിയൽ സൊല്യൂഷനുകളുടെ ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷനിലുള്ള മിക്സർ എടുത്തു. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇതൽ ആൽക്കഹോൾ വാട്ടറിനെ മിക്സർ എടുത്തു കഴിഞ്ഞാൽ 95.6ഉം 4.4% എടുത്തിട്ടുണ്ട് എങ്കിൽ ആ ഒരു പർട്ടിക്കുലർ കോമ്പൻസേഷനിൽ, കൃത്യം ആ പർട്ടിക്കുലർ കോമ്പൻസേഷനിൽ എഥനോളും വാട്ടറും മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ള മിക്സർ നന്നായിട്ട് തിളപ്പിക്കുകയാണ്, ബോയിൽ ചെയ്തു. അപ്പൊ ബോയിൽ ചെയ്ത സമയത്ത് ബോയിൽ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് അതിനകത്ത് നിന്ന് വേപ്പർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ പുറത്തേക്ക് വരുന്ന വേപ്പറിന്റെ കോമ്പൻസേഷനും താഴെ തിളച്ചുകൊണ്ടിരിക്കുന്ന ലിക്വിഡ് പോർഷന്റെ കോമ്പൻസേഷനും എടുത്തു കഴിഞ്ഞാൽ രണ്ടേലും കോമ്പൻസേഷൻ ഒന്ന് തന്നെയായിരിക്കും. അതായത് അസിയോട്രോപിക് മിക്സ്ചേഴ്സ് ആർ കോൺസ്റ്റന്റ് ബോയിലിംഗ് മിക്സ്ചേഴ്സ് എന്നാണ് പറയുന്നത്. Azeotropic mixtures are constant boiling mixtures in which composition of the components in the liquid phase as well as the solid liquid phase as well as the gaseous phase equal ആയിരിക്കും. ലിക്വിഡ് ഫേസിലെയും ഗേഷ്യസ് ഫേസിലെയും രണ്ടുപേരുടെയും കോമ്പസിഷൻസ് തുല്യമായിരിക്കും. അതാണ് അസിയോട്രോപിക് മിക്സ്ചർ. അതിന്റെ കോമ്പസിഷൻ മാറ്റില്ല. ആ ഒരു പർട്ടിക്കുലർ കോമ്പസിഷനെ എത്ര ചൂടാക്കിയാലും അതിൽ നിന്ന് കൂടുതൽ കോമ്പസിഷനിലേക്ക് അല്ലെങ്കിൽ അതിന്റെ കോമ്പസിഷൻ ഓൾട്ടർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ ഈതൽ ആൽക്കഹോളിന്റെ നോർമൽ ഡിസ്റ്റിലേഷൻ വഴി നമുക്ക് അതിനെ 100% ഉണ്ടാക്കി എടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്. അപ്പൊ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഒക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. വാട്ട് ആർ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്? ഗീവ് എക്സാമ്പിൾ. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ വാട്ടർ ബോയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 100°C ടെമ്പറേച്ചർ വേണം. ആൽക്കഹോൾ ബോയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 68 ഒരു 70 ആ റേഞ്ചിൽ വേണം. അത് മെത്തനോളോ എത്തനോളോ ആണെന്നുള്ളതിന്റെ വ്യത്യാസം അനുസരിച്ച് ബോയിലിംഗ് പോയിന്റിന് ചേഞ്ച് ഉണ്ട്. ഇപ്പൊ ആൽക്കഹോൾ ബോയിൽ ചെയ്യാനായിട്ട് ഞാൻ പറയുന്ന ഒരു 70°C ടെമ്പറേച്ചർ വേണം എന്ന് വിചാരിക്കുക. വാട്ടർ ബോയിൽ ചെയ്യാനായിട്ട് 100°C ആണ് ടെമ്പറേച്ചർ വേണ്ടത്. ഇപ്പൊ ഈ അസിയോട്രോപിക് കോമ്പസിഷനിലുള്ള, അതായത് 95.6ഉം 4.4%ഉള്ള വാട്ടർ ആൽക്കഹോൾ കോമ്പിനേഷൻ എടുത്ത് തിളപ്പിച്ചു കഴിഞ്ഞാൽ അത് തിളയ്ക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇവരുടെ രണ്ട് ടെമ്പറേച്ചറിനെക്കാട്ടിലും ഒന്നെങ്കിൽ രണ്ട് ടെമ്പറേച്ചറിനെക്കാട്ടിലും കുറഞ്ഞ ടെമ്പറേച്ചറിലേ തിളക്കത്തുള്ളൂ. അതായത് നമ്മൾ അവരെ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് വിളിക്കും. അതായത് രണ്ടുപേരുടെ ബോയിലിംഗ് പോയിന്റിനെക്കാട്ടിലും കുറഞ്ഞൊരു ടെമ്പറേച്ചറിലാണ് ഈ പറഞ്ഞ പർട്ടിക്കുലർ കോമ്പസിഷനിലെ മിക്സ്ചർ ബോയിൽ ചെയ്യുന്നതെങ്കിൽ അതിനെ മിനിമം ബോയിലിംഗ് എന്ന് വിളിക്കും. പോസിറ്റീവ് ഡീവിയേഷൻ ഉള്ള എല്ലാ മിക്സ്ചേഴ്സുകൾക്കും മിനിമം ഡീവിയേഷൻ ആണ്. പോസിറ്റീവ് ഡീവിയേഷൻ, മിനിമം ബോയിലിംഗ്. അങ്ങനെയാണെങ്കിൽ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് കിട്ടണമെങ്കിൽ ഏത് ടൈപ്പ് ഡീവിയേഷൻ ഉള്ളവരായിരിക്കണം? നെഗറ്റീവ് ഡീവിയേഷൻ. അപ്പൊ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന നോൺ ഐഡിയൽ സൊല്യൂഷനുകൾക്കെല്ലാം മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്, അതായത് അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ കമ്പോണന്റിന്റെയും ബോയിലിംഗ് പോയിന്റിനെക്കാട്ടിലും കുറവായിരിക്കും അസിയോട്രോപിക് മിക്സ്ചറിന്റെ ബോയിലിംഗ് പോയിന്റ്. ഇനി മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബോയിലിംഗ് പോയിന്റ് ഓഫ് ഈച്ച് കമ്പോണന്റ് അതിനേക്കാളും എപ്പോഴും കൂടുതലായിരിക്കും എവിടെ? ബോയിലിംഗ് പോയിന്റ് ഓഫ് ഇറ്റ്സ് അസിയോട്രോപിക് മിക്സ്ചർ. അസിയോട്രോപിക് മിക്സ്ചറിന്റെ ബോയിലിംഗ് പോയിന്റ് ഇസ് സംവോട്ട് ഹയർ ദാൻ ദാറ്റ് ഓഫ് ബോയിലിംഗ് പോയിന്റ് ഓഫ് ഇൻഡിവിജ്വൽ കമ്പോണന്റ്. ഇൻഡിവിജ്വൽ കമ്പോണന്റിന്റെ ബോയിലിംഗ് പോയിന്റിനെക്കാട്ടിലും കൂടുതലായിരിക്കും അസിയോട്രോപിക് കോമ്പസിഷന്റെ ബോയിലിംഗ് പോയിന്റ് എങ്കിൽ that sort of mixtures are called minimum boiling azeotrope. Solutions with negative deviation show maximum boiling azeotrope. അങ്ങനെയല്ല എങ്കിൽ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് വിളിക്കും. അപ്പൊ ചോദ്യം മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പിന് ഒരു എക്സാമ്പിൾ ആണ്. അതിന് വളരെ എളുപ്പത്തിൽ പറയാം. HCl വാട്ടർ മിക്സ്ചർ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആണ്. അസറ്റോൺ ക്ലോറോഫോം മിക്സ്ചർ ഇതും ഒരു മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. ഇൻഫാക്ട് അസറ്റോൺ ക്ലോറോഫോമിന്റെ സ്ട്രക്ചർ അവരുടെ ബോണ്ടിങ്ങിന്റെ രീതി പോലും കറക്റ്റ് ആയിട്ട് എൻസൈ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, അസിയോട്രോപ്പ് എന്ന് പറയുന്ന രണ്ട് ടൈപ്പ് ഉണ്ട്. മിനിമം ബോയിലിംഗും ഉണ്ട്, മാക്സിമം ബോയിലിംഗും ഉണ്ട്. ഐഡിയൽ സൊല്യൂഷൻസ് ഒരിക്കലും അസിയോട്രോപ്പ് ഫോം ചെയ്യാറില്ല.
നോൺ ഐഡിയൽ സൊല്യൂഷനുകൾക്ക് മാത്രമേ അസിയോട്രോപ്പ് ഫോം ചെയ്യാനുള്ള കഴിവുള്ളൂ. അപ്പൊ അതിൽ തന്നെ മിനിമം ഉണ്ട്, മാക്സിമം ഉണ്ട്. പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ മിനിമം, നെഗറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. അത് അത്രയും വരെയാണ് ഓർത്തു വെക്കേണ്ടത്. അപ്പൊ ഇത് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ സൊല്യൂഷൻ കെമിസ്ട്രിയുടെ മുഴുവൻ ചാപ്റ്ററും ഉൾക്കൊള്ളിച്ചിട്ടില്ല. അതിൽ ലിക്വിഡ് സൊല്യൂഷൻസ് വരെയുള്ള ഭാഗമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ കുറച്ച് ചോദ്യങ്ങളാണ്, പ്രധാനപ്പെട്ട കുറെ കൺസെപ്റ്റുകളിലുള്ള ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മെത്തേഡ്സ് ഓഫ് എക്സ്പ്രസിംഗ് കോൺസെൻട്രേഷൻ, ടൈപ്പ് ഓഫ് സൊല്യൂഷൻ, പിന്നെ ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ, അതിന്റെ ഹെൻഡ്രീസ് ലോ അതുമായിട്ട് കണക്ട് ചെയ്ത ന്യൂമറിക്കൽസ്, ലിക്വിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ, റൗൾട്ട്സ് ലോ, വേപ്പർ പ്രഷർ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഐഡിയൽ സൊല്യൂഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻ, പിന്നെ അസിയോട്രോപ്പ്. ഇത്രയാണ് ആ ചാപ്റ്ററിന്റെ പകുതി ഭാഗം എന്ന് പറയുന്നത്. ഇനി വരാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് അടുത്ത സെഷനിൽ നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ഭാഗമായ സോളിഡ് ലിക്വിഡ് സൊല്യൂഷനെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, അതിന്റെ ഡെറിവേഷൻസും അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പിന്നെ അബ്നോർമൽ മോളിക്കുലാർ മാസ്, ഡിസോസിയേഷനും അസോസിയേഷനും നടക്കുമ്പോഴുള്ള അബ്നോർമൽ മോളിക്കുലാർ മാസ്, അതിനെ കണക്ട് ചെയ്ത് വാൻ ഹോഫ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഭാഗവും. ഇത്രയും ഭാഗമാണ് നമ്മൾ അടുത്ത സെഷനിൽ മീറ്റ് ചെയ്യാൻ, അടുത്ത സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശരി, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് NCERT ടെക്സ്റ്റ് ബുക്ക് വൃത്തിയായിട്ട് വായിച്ചിരിക്കണം. NCERT ടെക്സ്റ്റ് ബുക്കിലെ ഓരോ ഭാഗവും നോക്കണം. അതിലെ ഇൻഡെക്സ് ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുക, എക്സസൈസ് ക്വസ്റ്റ്യനും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ എക്സാമിനേഷന് അതൊരു വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. നിങ്ങൾ ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും അതോടൊപ്പം ഈ സെഷനെല്ലാം കേട്ട് NCERT ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ എല്ലാം വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് മുഴുവൻ മാർക്കും കെമിസ്ട്രിക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. താങ്ക് യു സ്റ്റുഡൻസ്, താങ്ക് യു വെരി മച്ച്.